ആവക്കുട്ടി ഇനി മുതൽ അമ്മ വീഡിയോയിൽ വരില്ല അല്ലേ? അമ്മ വീഡിയോയിൽ വരില്ല, അച്ഛനായിട്ട് വഴക്കാണ്. അതുകൊണ്ട് ഇനി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ വീഡിയോയിൽ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഭാവയ്ക്ക് വേണ്ടേ? ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് തരാ. അയ്യോ അമ്മയ്ക്ക് വേണ്ട, അമ്മ വിട്, കിടക്കണം. അമ്മ പറഞ്ഞു അമ്മേനെ വീഡിയോയിൽ വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നു. അമ്മയ്ക്ക് ഇഷ്ടമല്ല, വേണ്ട, അമ്മ എടുക്കണ്ട. അച്ഛമ്മേനെ ഒരുപാട് എന്നെ കാണിച്ചു തന്ന ശേഷം എനിക്ക് പിടിക്കുന്നില്ല. അമ്മേനെ എടുക്കണ്ട, അമ്മ വീഡിയോയിൽ വരില്ല. അപ്പോൾ അമ്മേനെ എടുക്കണ്ട, വിട്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു വ്ലോഗ്. ഞാൻ സ്കൂളിലേക്ക് പോവാൻ തുടങ്ങുക. സോറി, സ്കൂളില്ല. സ്കൂളില്ല വാവേ, സ്കൂളില്ല, ഞാൻ കഴിക്കാൻ പോവാ. എവിടെ ഉറുമ്പ്? എന്താ ചെപ്പേളെ കാണിച്ചേ, ഇതിന് ഉള്ളിൽ നോക്കേ. ഇത് ഉറുമ്പ് നടന്നു പോണു. അതല്ല പറയുന്നത്, ഉറുമ്പണി അടിക്കും, വീച്ചെണ്ണ അടിക്കും, കൊതുകുണ്ണി അടിക്കുന്നു. എന്തിനാ മുത്തശ്ശി അടിക്കണേ? കുത്താൻ വന്നിട്ട് അടിക്കാൻ പാടും. അത് അടിച്ച താഴത്ത് പോയി കൊടച്ചിട്ട് അതിനെ താഴത്ത് വെക്കണം. അങ്ങനെ ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ് ഉപ്പേരി. ഇവിടെ രാവിലത്തെ ദോശ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇവിടെ ദോശ, ഇഡ്ഡലി ഇതല്ലാതെ വേറൊരു പരിപാടിയില്ല. ഒരു മാസം മുമ്പ് പിക്മി നമ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് ഹെൽത്ത് സെന്ററിൽ പോയപ്പോൾ റിമൈൻഡർ സെറ്റ് ചെയ്തിരുന്നു. അത് ഇന്ന് റിമൈൻഡർ കാണിക്കുന്നുണ്ട്. നാളെ ഹെൽത്ത് സെന്ററിൽ പോകണം, അമ്മൂന് ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഉള്ളിൽ ഭയങ്കര ഫാനും ഭയങ്കര നോയ്സാണ്, എക്സോസ്റ്റ് ഫാൻ്റെ ഒക്കെ നോയ്സാണ്. അതാ പുറത്ത് വന്ന് സംസാരിക്കുന്നത്. ചൂടേ ഉള്ളിലേ, എന്താ വെയിലറിയോ, കണ്ണൊന്നും തുറക്കാൻ വയ്യ. കണ്ടേ ഒരു വെയില. ഏകദേശം അടുത്ത ഒരു മാസത്തേക്ക് കെട്ടിക്കിടക്കാനുള്ള വെള്ളമാണ് ഇപ്പം കാണുന്നത്. അതവിടുന്ന് പോവില്ല. ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാ വെള്ളവും ഇവിടെ വന്ന് ഡംപ് ചെയ്യും. പിന്നെ അത് ഉണങ്ങണങ്ങ വെയിൽ കൊണ്ട് ഉണങ്ങി പോകണം. എല്ലാ പരിപാടിയും കൂടി ഒരുമിച്ചാണ്. വാഷിംഗ് മെഷീൻ ഉണ്ട്, ബീൻസ്, ക്യാരറ്റ്, ഉപ്പേരി ഇവിടെ റെഡി ആവുന്നുണ്ട്. എനിക്കുള്ള ദോശ റെഡിയായി. അമ്മൂനും കുട്ടിക്കും അമ്മയ്ക്കുള്ള ദോശ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു. സ്കൂളില്ലാത്ത ദിവസം ഇവിടെ തന്നെയാണ് പരിപാടി. ഫോണ് കണ്ടോണ്ടേയിരിക്കും. സ്കൂളില്ലെങ്കിൽ തന്നെയല്ലേ പരിപാടി, ഫുൾ ടൈം ഫോണും കണ്ടോണ്ടിരിക്കല്ലേ പരിപാടി. ഒരു ദിവസം ലീവ് കിട്ടിയപ്പോ നോക്കിയേ 11 മണിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നേരമായപ്പോ ബാവക്കുട്ടിയുടെ പേരിൽ പോസ്റ്റ് ഓഫീസിൽ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, RD. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് അടച്ചതാണിപ്പോൾ. ഈ സാധനം കറക്റ്റ് സമയത്ത് അടച്ചില്ലെങ്കിൽ നമ്മളത് മറന്നു പോകും. ഇപ്പോൾ അമ്മ പറഞ്ഞ് ഓർമ്മിപ്പിക്കുമ്പോഴാണ് സംഭവം അടയ്ക്കണം എന്നുണ്ടല്ലോ. അടച്ചു. ഇപ്പോൾ ഒരു വർഷമായിട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട്. അവൾക്ക് 21 വയസ്സാകുമ്പോൾ ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടും. അങ്ങനെയുള്ള ഒരു സ്കീമാണ്. ഇതാണ് സുകന്യ യോജന എന്നൊക്കെ പറയുന്ന ഒരു സുകന്യ സമൃദ്ധി, അതാണ് അതിൻ്റെ പേര്. എവിടെ ഇതൊക്കെ എന്തിനാ പൊട്ടിച്ചേ വാവേ? എന്തിനാ പൊട്ടിച്ചേ? നല്ല ഭംഗിയുണ്ടോ? നല്ല ഭംഗിയുണ്ട്. എന്തിനാ പൊട്ടിച്ചേ? ഇതൊക്കെ പൊട്ടിയല്ലോ സാധനങ്ങള്. നീ എന്താ ചെയ്യ പറയേ? കളർ കൊടുത്തില്ലേ? ഈ കളറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെന്താ? എന്നിട്ട് വൃത്തികേടാക്കണം കേട്ടോ. ഒന്നും ആവണില്ലേ ആവക്കുട്ടി? ഇനി മുതൽ അമ്മ വീഡിയോയിൽ വരില്ല അല്ലേ? അമ്മ വീഡിയോയിൽ വരില്ല, അച്ഛനായിട്ട് വഴക്കാണ്. അതുകൊണ്ട് ഇനി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ വീഡിയോയിൽ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി മുതൽ അമ്മേനെ വീഡിയോയിൽ എടുക്കുന്നതല്ല. അവരുടെ അഭിപ്രായം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. താല്പര്യമില്ല, വ്ളോഗിൽ വരാൻ താല്പര്യമില്ല എന്ന് നമ്മൾ വിട്ടുകൊടുക്കണം. അപ്പോൾ നമ്മൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവരവരുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുത്തു. ഇനി വ്ളോഗിൽ വരുന്നതല്ല. നമുക്ക് വഴക്കാനും പറയണ്ടല്ലോ, കാരണവും പറയാലോ. ഇവിടുന്ന് 1:30 മണിക്ക് അമ്മ ഗർഭം ആയിട്ട് ഇരിക്കുന്നല്ലേ, ഞാൻ വലിയ വയറ്റിൽ. എന്നിട്ട് 2 മണിക്ക് കഴിക്കാനേ ലേറ്റ്. 1:30, 2 മണി, 1:45 എന്നിട്ട് നമ്മൾ പോയി കഴിക്കാൻ. അതിൽ ടേക്ക് 6-7 വട്ടം എടുക്കും. ഒച്ച ബഹളം, എപ്പോഴും ചീത്ത. എല്ലാവരും മുന്നിൽ വെച്ച് അമ്മേനെ വഴക്ക് വരും. എല്ലാം. എന്നിട്ട് ഭയങ്കര ഇതായിട്ട് എന്തൊക്കെയാ പറയാൻ പാടത്തൊക്കെ പറയും. ഇതൊക്കെ കേട്ടിട്ട് എന്നിട്ട് 2-2.25 വായിൽ വെക്കുമ്പോണ്ടല്ലോ വയറങ്ങോട്ട് എരിയും വിശന്നിട്ട്.
അതിനേക്കാളും ഭേദം എൻ്റെ ഇതൊക്കെ എന്തിനാ ഇതൊക്കെ കേൾക്കാനുള്ള ആവശ്യം? അതിനേക്കാളും ഭേദം വേണ്ടെന്ന് പറയാതെ. അതുകൊണ്ട് എന്നെ എടുക്കണ്ട, എടുക്കുകയേ വേണ്ട. എനിക്ക് എൻ്റെ ടെമ്പർ കയറ്റി BP കൂട്ടി കുട്ടിയുണ്ട് വയറ്റിൽ. എൻ്റെ ഹെൽത്തിക്ക് നോക്കിയേ പറ്റുള്ളൂ. 12 മണിയായി വാവക്കേ. പിങ്ക് കളർ അടിക്കണം. ലീവ് കിട്ടിയിട്ട് മുതലാക്കല്ലേ. നാളെ മറ്റന്നാളെ സ്കൂളുണ്ട്, പോണട്ടാ. പിന്നെ അച്ഛൻ കറി കിട്ടോ? അച്ഛന്റെ ബിസ്ക്കറ്റ് എടുത്തിട്ട് പോയാൽ അച്ഛൻ കറി കിട്ടോ? അച്ഛന് സങ്കടം കേട്ടോ. അത് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്ക് കേട്ടോ. അവിടെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്ക്. അത് പോസ്റ്റ് ഓഫീസത്തെയാണ്. ആ അപ്പോൾ അവിടെ അക്കൗണ്ടാണ്. 1:30 വരെ ആയി തോന്നുന്നുണ്ട്. ഇനി കഴിക്കാൻ നോക്കട്ടെ അമ്മ വരുന്നതിന് മുമ്പ് കഴിക്കല്ല, വീഡിയോ എടുക്കട്ടെ. കാരണം ഫാൻ ഇടണം താഴത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടല്ലേ. അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് പോരാന്ന് വെച്ചിട്ടാണ്. കാരണം സൗണ്ട് ഇട്ട് ഫാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നും കേൾക്കൂല ഞാൻ പറയണത് നിങ്ങൾക്ക്. 1:45 ലഞ്ച് കഴിക്കാറായി. ചോറുണ്ട്, ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഉപ്പേരിയാണ്. പിന്നെ നെല്ലിക്കാച്ചാറുണ്ട്, പപ്പടമുണ്ട്, തൈരുണ്ട്. ഇന്ന് പിന്നെ കൂട്ടാനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവർക്കും സത്യം പറഞ്ഞപ്പോൾ മടിയാണ്. എന്നും ഓരോന്നുണ്ടാക്കണം. എന്താ ഭാവിക്ക് വേണ്ടേ? ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് തരാ. അത് അച്ഛൻ്റെ ആധാർ കാർഡ്. അത് അമ്പത്തശ്ശേരി എടുത്ത് നമുക്ക് താഴത്തിറങ്ങുമ്പോൾ നമുക്ക് അവിടെ നോക്കാം കേട്ടോ. ഭാവിക്കുള്ള ആധാർ കാർഡ് സ്കൂളിലിട്ട് വരുന്ന വഴിക്ക് നമുക്ക് കടയിൽ കയറിയിട്ട് അവിടെ ആധാർ കാർഡ് നമുക്ക് മേടിക്കാം. സ്റ്റാച്ചു എടുത്തിട്ടുണ്ടമ്മ. പിടിച്ചിട്ട് വന്നിരിക്ക. അതെ അമ്മയ്ക്ക് സ്റ്റാച്ചു. അയ്യോ അമ്മയ്ക്ക് വേണ്ട പ്ലീസ്. അമ്മ വിട്, കിടക്കണം. അമ്മ പറഞ്ഞു അമ്മേനെ വീഡിയോയിൽ വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നു. അമ്മയ്ക്ക് ഇഷ്ടമല്ല, വേണ്ട. അമ്മ എടുക്കണ്ട. അച്ഛമ്മേനെ ഒരുപാട് എന്നെ കാണിച്ചു തന്ന ശേഷം എനിക്ക് പിടിക്കുന്നില്ല. ആ അമ്മ എടുക്കണ്ട. അമ്മ വീഡിയോയിൽ വരില്ല. അപ്പോൾ അതിന് അമ്മേനെ എടുക്കണ്ട, വിട്. വരുന്നില്ല അതിന്. അച്ഛൻ അവിടെ അടുത്ത് കൊടുത്തയച്ചത് അമ്മേനെ എടുക്കാൻ പറഞ്ഞിട്ട് ഇതാ. അല്ല വേണ്ട അമ്മ വരില്ല പറഞ്ഞു. അമ്മ വരില്ലാന്ന് പറഞ്ഞു. നമുക്ക് ഉറക്കം വരുന്നില്ലേ? വീഡിയോ എടുത്ത അച്ഛനെ എടുത്താ പോയിട്ട്. അച്ഛനല്ലേ ഞാൻ വീഡിയോ എടുക്കണേ. എന്നെങ്കിലും നമ്മുടെ അമ്മേൻ്റെ മക്കളെ വീഡിയോ എടുക്കണ്ടേ? അച്ഛന് പറഞ്ഞു വരാം. അവിടെ വിടില്ലല്ലോ. അമ്മ വ്ളോഗ് എടുക്കുന്നില്ല പറയാം. വ്ളോഗ് എടുക്കാൻ പറ്റില്ല എന്നാ സ്റ്റാച്ചു പറയാൻ നീക്കാൻ പാടില്ല. അല്ലെങ്കിൽ 2 വട്ടം ചെയ്യാൻ പറഞ്ഞപ്പോ അമ്മ അന്വേഷിച്ചില്ല. എന്താ അമ്മ കിടക്കുക. കിടന്നോട്ടെ. അമ്മയ്ക്ക് വ്ളോഗിൽ വരെ ഇഷ്ടം ഉണ്ടാവില്ലേ? അച്ഛനോട് ദേഷ്യന്നെ. വഴക്കുണ്ടായി കഴിഞ്ഞാൽ അമ്മ അങ്ങനെയാണ്. ആദ്യം തന്നെ വ്ളോഗ് വേണ്ടാന്ന് പറയും, അച്ഛനെ തോൽപ്പിക്കാൻ. വ്ളോഗിൽ അമ്മ വന്നില്ലെങ്കിൽ പിന്നെ ആരും ഉണ്ടാവുക? ചെത്തനും മുത്തശ്ശി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണേ അമ്മയ്ക്ക് ജയിക്കാൻ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യും അമ്മ. അതൊക്കെ മാറിക്കോളും. കുറേ കഴിയുമ്പോൾ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. വ്ളോഗിൽ വന്നോളും. വ്ളോഗ് എടുക്കാനപ്പം സമ്മതിക്കുന്നു. ഓക്കെ. അതമ്മോട് ചോദിക്കണം എന്താ എങ്ങനെയെന്ന്. അച്ഛനെന്താ പറയുക? പാവം ആവക്കുട്ടി അമ്മേനെ വീഡിയോ എടുക്കാൻ വേണ്ടി വ്ളോഗ് എടുക്കാൻ വേണ്ടി പോയതാണ്. സമ്മതിച്ചു കൊടുത്തില്ല. ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന പരിപാടി വ്ളോഗ് ബഹിഷ്കരണമാണ്. വ്ളോഗൊന്ന് മാറി നിൽക്കുമ്പോൾ ഒരു ജയിച്ച ഫീലിംഗ് കിട്ടുന്നുണ്ടാവുമായിരിക്കും. കാരണം അമ്മയും കൂടി ഇല്ലെങ്കിൽ ആരെ വെച്ച് വ്ളോഗ് എടുക്കും, ആരെടുത്ത് ഞാൻ സംസാരിക്കും എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. എന്താപ്പം ചെയ്യുക? ഞാൻ ദേഷ്യമൊക്കെ മാറട്ടെ, അങ്ങനെ വ്ളോഗിലേക്ക് തിരിച്ചു വരട്ടെ. ആളുടെ സ്വയം ദേഷ്യം മാറണം. നമ്മളെ കൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല. തനിയെ അതിൽ നിന്ന് അവരെന്നെ പുറത്തു വരണം. അപ്പോഴേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോഴേ വ്ളോഗിലേക്ക് വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. മാവ് തരയ്ക്കാൻ പോയി തിരിച്ചു വന്നു. ഒരു പാത്രത്തെ കൊള്ളുന്ന എഴുതി കൊണ്ടില്ല. രണ്ടാമത്തെ കുഞ്ഞു പാത്രം കൊണ്ടുപോയി തന്നായി. അതിനകത്ത് ഫുള്ളാക്കിയിട്ട് നിറച്ചിട്ടുണ്ട്.
ഞാൻ ഇതിനകത്ത് കൊള്ളുന്ന എഴുതിയതാ. തുറക്ക എന്നിട്ട് കാണിച്ചു കൊടുക്ക്. ആ തുറക്കെന്താ മാവന്നെ അതിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം. എന്തോ അരിസി മാവ്. ഇവിടെ അരിസി മാവ് എന്നാ പറയാ. എന്ത് മാവ് ഇങ്ങനെ ആവട്ടെ, അരിച്ചായാലും വേണ്ടിയില്ല, കുരിശി ആയിക്കോട്ടെ, കുരിശി. അരിമാവിന് അരിസി മാവ് അതന്നെ. നപ്പടി. പിന്നെ പോരുന്ന വഴിക്ക് നമ്മളെ ചെറുപയർ ദോശക്കുള്ള ചെറുപയർ ഏതായാലും മേടിച്ചിട്ടുണ്ട്. പിന്നെ മസാല മേടിച്ചിട്ടുണ്ട്, കുഴമ്പ് മസാല. കുഴമ്പ് മസാല ഇല്ലേ, ഈ സാമ്പാറിലേക്കും ചിക്കനിലേക്കും ഒക്കെ ഇടാൻ പറ്റുന്ന പൊതു മസാല. ഉണ്ട്. അത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞോ? ആ അതിലേക്കുള്ളതാ. ഇതിനകത്ത് ആക്കി വെച്ചാൽ മതി. അതിനകത്തൊന്നും ആക്കി വെച്ചാലൊന്നും എനിക്ക് അറിയില്ല. ഇതിലാണ് ഇപ്പൊ ഉള്ളത്. പിടിച്ചാ ഉണ്ടോ? ഇതിനകത്തുണ്ട് ഐസ്ക്രീമിന്റെ ഡബ്ബയില്. അതിലേക്ക് ഇതും കൂടി ഇവിടെ നിറച്ചാൽ മതി. ഇതിനൊക്കെ എത്ര പൈസ കൊടുക്കാണെന്നാൽ തന്നെ ഒരു മാസം എത്തില്ല. പിന്നെ പൈസ കൊടുക്കാതെ വെറുതെ കിട്ടുമോ സാധനം? അത് ഏറ്റവും മുകളിലിട്ടുള്ള. ഇത് നിങ്ങൾ കരുതും 4 പേർക്കുള്ള ചായയാണെന്ന്. അല്ല, അമ്മയ്ക്ക് മാത്രമുള്ള ചായയാണിത്. ഇത്രയും ചായ ഈ മുതൽ കുടിക്കണം. എന്ത് ചായ കുടിച്ചിട്ടോ? ഇതാണ് നമ്മുടെ ചായ. ചായ അല്ലേ, കാപ്പി. ഈ ഒരൊറ്റ ചായ മതി. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും ഒന്നും കിട്ടിയില്ലെങ്കിലും അമ്മ സൂപ്പറായിട്ട് അതും കുടിച്ച് ജീവിക്കും. ചായ എന്നല്ല, കാപ്പി. ചായ അല്ല, കാപ്പി. കാപ്പി പ്രാന്ത്. എവിടുന്നാണ് നമുക്ക് ഈ കാപ്പി പ്രാന്ത് വന്നേ? ഞാൻ ജനിക്കുമ്പോഴേ ഉള്ളതാണ്. ഇന്നത്തെ ഒരു 50 കഴിഞ്ഞില്ലേ, ഇനി എന്താക്കിയ വീടുകള്. എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പൊ കാപ്പി കുടിച്ചിട്ട് ഇപ്പൊ ആർക്കും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. കാപ്പി കുടിച്ചാൽ ഒന്നും പറ്റില്ല. മധുരം കൂടുതൽ ഇട്ടാ തേങ്ങയാണ് പ്രമേഹം വരും. ഇവിടെതാ തമിഴ്നാട് ന്യൂസൊക്കെ വെച്ചുകൊണ്ടിരിക്കുവാണ്. എന്തൊക്കെയോ ആരൊക്കെ പൊക്കിയതാണ് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇവിടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിജയ് എന്തൊക്കെയോ വെള്ളത്തിൻ്റെ നിരപ്പ് കൂട്ടാൻ പോവാണ്, സുപ്രീം കോടതി വിധി 142 അടി വരെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യാൻ പോണ പോലെയൊക്കെ ന്യൂസൊക്കെ ഉണ്ട്. 1 നൂറ്റാണ്ട് പഴക്കമുള്ള ഡാമാണ്. അതിൽ ഇനിയും 6 അടി വെള്ളം പൊക്കാന്നല്ലേ, 136 വരെയല്ലേ ഉള്ളൂ അനുമതി. അതിനി കൂട്ടാണെന്നത്തെ അവസ്ഥ എന്താണ് എനിക്കറിയാൻ പാടില്ല. എങ്കരുത് എന്ത് ചെയ്യാൻ പോവാണ്, എന്തുദ്ദേശിച്ചിട്ടാണെന്നുള്ളത്. ഇവിടെയുള്ള ആൾക്കാരുടെ കയ്യടി വാങ്ങുക എന്നുള്ളത് തന്നെ ആയിരിക്കും ഉദ്ദേശം. പൊളിറ്റിക്സ് ആണല്ലോ. അപ്പോൾ പിന്നെ കയ്യടി നേടുക എന്നുള്ളത് തന്നെയാണല്ലോ തുടർഭരണം കിട്ടാനുള്ള ഏക വഴി. അതിലുള്ള കളിയൊക്കെ മൂപ്പര് കളിക്കും. കേരളത്തിലുള്ളവർ ഇനിയിപ്പോൾ എന്ത് കളി കളിക്കാനാണ് പോകണമെന്നാവും എനിക്കറിയാൻ പാടില്ല. ആലോചിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു പേടി പോലെ ഉണ്ട്. ഡാമല്ലേ, കുട്ടിക്കളിയല്ലല്ലോ. അതും ഒരു മുത്തച്ഛൻ ഡാം, ചെറിയ ഡാമും അല്ല, അതുപോലെ പഴക്കമുള്ളൊരു മുതൽ. 120 വർഷം കണ്ട് കഴിഞ്ഞു എന്നല്ലേ കേൾക്കുന്നത്. ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ വ്ളോഗിൽ വരാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂടൗട്ട് പോലെയാണ്. വ്ളോഗിനൊരു ജീവനില്ലാത്ത പോലെയാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതാ 7:30 7:45 അത്ര ആയിട്ടുള്ളൂ സമയം. ഇനിയിപ്പോൾ അവർക്ക് സെക്കൻഡ് ഡിന്നർ ഉണ്ടാക്കി കൊടുക്കണം, പിന്നെ വ്ളോഗ് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാണ്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.